മുസ്ലിം ലീഗിന്റെ നിലപാടിനെ ആവശ്യത്തെ തള്ളിക്കളയുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കോൺഗ്രസ് സഹിക്കാം. കാരണം എന്താണ്? രണ്ട് പാർട്ടികളാണ്, ഒരേ മുന്നണിയിലാണെങ്കിലും രണ്ട് പാർട്ടികളാണ്. രണ്ട് പാർട്ടികൾക്ക് രണ്ട് താല്പര്യമുണ്ടാകാം. ആ താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി, മുഖ്യമന്ത്രിയുടെ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പറയുന്നത് അംഗീകരിക്കാം. മുസ്ലിം ലീഗിന് സഹിച്ചിട്ടാണെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിലും അതൊക്കെ അടക്കി വെച്ച് നിൽക്കാം. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി തന്നെ മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞാലോ? മുസ്ലിം ലീഗിൻ്റെ നിലപാടിനൊപ്പം നിൽക്കാതെ കോൺഗ്രസ് പറയുന്നത് ചെയ്താലോ? അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചത്, മന്ത്രിസഭയിൽ സംഭവിച്ചിരിക്കുന്നത്. SSKയുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള SSKയുടെ സർവശിക്ഷ കേരളത്തിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായി കോൺഗ്രസ്സുകാരനെ നിയമിച്ചു. സാരമില്ല, കാരണം പല പോസ്റ്റുകളുമുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയുടെ കീഴിലുള്ളതാണെങ്കിൽ അത് ചിലപ്പോൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കും. കോൺഗ്രസ് മന്ത്രിയുടെ കീഴിലുള്ളതാണെങ്കിൽ അത് ചിലപ്പോൾ മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കും. ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ്. പക്ഷേ മുസ്ലിം ലീഗ് പേര് നൽകിയിരുന്നു, അവിടെ ഞങ്ങളുടെ ആളെ നിയമിക്കണമെന്ന് പറഞ്ഞ്. അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ ആളെ അതുപോലെ നിയമിക്കുക. അത് വിദ്യാഭ്യാസ വകുപ്പിൽ, മുസ്ലിം ലീഗിൻ്റെ വകുപ്പിൽ. മുസ്ലിം ലീഗ് പേരെഴുതി കൊടുത്തിട്ടുണ്ട്, അത് സ്വീകരിച്ചില്ല. മുസ്ലിം ലീഗിൻ്റെ മന്ത്രി പകരം മുഖ്യമന്ത്രി പറഞ്ഞ ആളെ നിയമിച്ചു. അതാണ് SSKയിൽ ഉണ്ടായത്. SSKയുടെ പ്രോജക്റ്റ് ഡയറക്ടറായി ഡോക്ടർ K. മോഹൻകുമാറിനെ നിയമിച്ചു. 8 വർഷം മുമ്പ് സർവീസിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്, വിളിച്ചു വരുത്തി SSKയുടെ ഡയറക്ടറായി നിയമിക്കുന്നത്, അതും മുസ്ലിം ലീഗിൻ്റെ വകുപ്പിന് കീഴിൽ. മുസ്ലിം ലീഗിന് ജനറൽ സെക്രട്ടറി 2 പേരുകൾ നൽകിയിരുന്നു. ആരുടെയൊക്കെ പേരുകളാണ് നൽകിയത്? നിസാർ ചേലേരി, പ്രൊഫസർ അബ്ദുൽ ലത്തീഫ്. 2 പേരുകൾ നൽകിയിരുന്നു മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം. അതിന് ഒരു പരിഗണനയും നൽകിയില്ല. ആ പരിഗണന നൽകേണ്ടത് ആരാണ്? മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ്, N. ഷംസുദ്ദീനാണ്. അദ്ദേഹം അത് മാറ്റിവെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം K. മോഹൻകുമാറിനെ നിയമിച്ചിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്, മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി പോലും അനുസരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെ, മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തെ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നു. നിയമിച്ചേ തീരൂ എന്ന് മുസ്ലിം ലീഗിനെ മന്ത്രിയോട് ആവശ്യപ്പെടുന്നു. ഒരക്ഷരം പറയേണ്ട, നിയമിച്ചിട്ട് തീരുമാനമെടുത്തിട്ട് എന്നെ അറിയിച്ചാൽ മതി എന്നായിരിക്കും ചിലപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് ഇരിക്കേണ്ട, ഇറങ്ങി പോയിക്കോളൂ എന്ന് പറയുമോ എന്ന പേടി N. ഷംസുദ്ദീനുണ്ട്. അതും പറയും വി.ഡി. സതീശൻ. കോൺഗ്രസിന് അത് പറയാം, കാരണം മുസ്ലിം ലീഗിൻ്റെ ആവശ്യമില്ല. മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയും. മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയാലും ഭൂരിപക്ഷമുണ്ട് UDF-ന്. പിന്നെ എന്തിനാണ് മുസ്ലിം ലീഗ് പറയുന്നതെല്ലാം അനുസരിക്കുന്നത്? കേരളത്തിൽ UDF-ന്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗായിരുന്നു. പക്ഷേ ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് മുഴുവൻ നൽകിയില്ല മുസ്ലിം ലീഗിന്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് എടുത്തു. എന്ന് വെച്ചാൽ മുഴുവൻ വിദ്യാഭ്യാസ മേഖലയെയും ലീഗിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് അതൊരു പിടിവള്ളിയാകും. ലീഗിനെതിരെ പറയാൻ, സർക്കാരിനെതിരെ പറയാൻ. അത് വർഗീയ ചേരിതിരിവുണ്ടാക്കും, അത് മോശമായ അഭിപ്രായമുണ്ടാക്കും. അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങെടുക്കുന്നത് എന്നാണ് പറഞ്ഞത് വി.ഡി. സതീശൻ. കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗിനോട്. മുസ്ലിം ലീഗിന് അവിടെയും ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല. അത് പോട്ടെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുത്തു. അതിനുശേഷവും വിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരം നിയമനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ അവിടേക്കും മുസ്ലിം ലീഗിൻ്റെ വകുപ്പിലേക്കും കൈകടത്തുന്നു മുഖ്യമന്ത്രി. അതാണ് പ്രശ്നം. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ വകുപ്പിൽ ഭരണം നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും വി.ഡി. സതീശനാണ്, മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നേരത്തെ UDF സംവിധാനം. മന്ത്രിമാർക്ക്, ഘടകകക്ഷികൾക്ക് നല്ല സ്വാതന്ത്ര്യം നൽകിയിരുന്നു, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു, സുപ്രധാനമായ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കൂടിയാലോചന നടത്തിയിരുന്നു. ഒന്നുമില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുമായും KM മാണിയുമായും ആലോചിച്ച് മാത്രമേ എല്ലാ നേതാക്കളും, എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ തീരുമാനമെടുക്കുമായിരുന്നുള്ളൂ. അവരുമായി ആലോചിക്കാതെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. മറ്റ് ഘടകകക്ഷികളുമായി ആലോചിച്ചിരുന്നു എല്ലാ കാര്യത്തിലും. പക്ഷേ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്നാണ് അറിയുന്നത്. അതിൻ്റെ ഉത്തമോദാഹരണമാണ്
വിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരമൊരു നിയമനം നടന്നത്. വലിയ പ്രതിഷേധം മുസ്ലിം ലീഗിൻ്റെ അധ്യാപക സംഘടനകൾക്കുണ്ട്. അവർ പരസ്യമായി അക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് കണ്ട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ത് ചെയ്യും? കൈമലർത്തി കാണിച്ചു കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. UDF യോഗത്തിൽ പറയാം, UDF ചർച്ച ചെയ്യാം. ഇതൊക്കെയാണ് മറുപടി. ആളുകളെ നിയമിച്ച ശേഷം ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? ഈ ചോദ്യം അധ്യാപക സംഘടനകൾ ചോദിക്കുന്നു. എന്തിനാണ് ഞങ്ങൾ UDFന് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലം എല്ലാം സഹിച്ചു നിന്നത് എന്ന ചോദ്യമാണ് UDFന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ അധ്യാപക സംഘടന മുസ്ലിം ലീഗ് നേതാക്കളോട് ചോദിക്കുന്നത്. ഒന്നും പറയാനും കഴിയുന്നില്ല മുസ്ലിം ലീഗ് നേതാക്കൾക്ക്. എന്തിനാണ് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം എല്ലാം സഹിച്ച് ഇങ്ങനെ നിന്നത്? മുസ്ലിം ലീഗിന്റെ അധ്യാപക സംഘടന മുസ്ലിം ലീഗ് നേതാക്കളോട് ചോദിക്കുകയാണ്. ഒന്നും പറയാൻ കഴിയുന്നില്ല മുസ്ലിം ലീഗ് നേതാക്കൾക്ക്. അവർ കൈമലർത്തി കാണിക്കുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ എന്ത് ചെയ്യും? UDF യോഗത്തിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. പാണക്കാട് തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഒരു കാര്യം പറഞ്ഞാൽ നടക്കും. ഇപ്പോൾ അതും നടക്കുന്നില്ല. പറയുന്നുണ്ട് പല കാര്യങ്ങളും, പക്ഷേ മുഖ്യമന്ത്രി അത് കണ്ട ഭാവം നടിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ വഴിക്ക് പോകുന്ന അവസ്ഥയാണ് ഉള്ളത്. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അവിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന് ഇങ്ങനെ എത്ര കാലം UDFന്റെ ഭാഗമായി നിൽക്കാൻ കഴിയും എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മറ്റെന്താണ് മുസ്ലിം ലീഗിന്റെ മുന്നിലുള്ള വഴി എന്ന മറുചോദ്യവും ഉയരുന്നുണ്ട്.